Vivo X70 Pro ഏറ്റവും ബെസ്റ്റ് ക്യാമറ പെർഫോമൻസ് തരുന്ന ഫോൺ എന്നാണ് വിവോ ഈ ഒരു ഫോണിനെ വിളിക്കുന്നത്. ഇതിന്റെ അൺബോക്സിംഗ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ ഈ ഒരു ഫോണിന്റെ ഡീറ്റെയിൽഡ് റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. ഈ ഫോൺ നമുക്ക് റിവ്യൂ ചെയ്യാനായിട്ട് തന്നത് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ആണ്. നിങ്ങൾക്ക് സ്മാർട്ട് ഫോൺ PC റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വാങ്ങാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ ഫോണിൻ്റെ ഡിസൈന് നമ്മൾ അൺബോക്സിംഗ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു നല്ല പ്രീമിയം ലുക്ക് തരുന്നൊരു ഡിസൈനാണ്. ഗ്ലാസ് ബാക്കാണ് വരുന്നത്, പക്ഷേ ഗ്ലോസി ഫിനിഷിംഗ് അല്ല, ഒരു മാറ്റ് ഫിനിഷിംഗ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ ഗ്ലാസ് ബാക്ക് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഫിംഗർ പ്രിൻ്റ് ആവുന്ന ഇഷ്യൂസ് ഈ ഒരു ഫോണിൽ വരുന്നില്ല. അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഇതിൻ്റെ ക്യാമറ ഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ ഇത് നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. കാരണം ഇതിൽ വലിയ സെൻസറാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് നമ്മൾ കേസ് ഇല്ലാതെ യൂസ് ചെയ്യുന്ന സമയത്ത് സ്ക്രാച്ച് വരാനുള്ള ചാൻസ് ഉണ്ട്. ഫോൺ എന്തായാലും കയ്യിൽ പിടിക്കുന്ന സമയത്ത് പെട്ടെന്ന് സ്ലിപ്പായി പോകുന്ന പ്രശ്നങ്ങളില്ല. നല്ല ഗ്രിപ്പ് കിട്ടുന്നുണ്ട്. നല്ലൊരു പ്രീമിയം ഫീൽ നമ്മൾ കയ്യിൽ പിടിക്കുന്ന സമയത്ത് കിട്ടുന്നുണ്ട്. 186 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ്. അത്ര വലിയ വെയിറ്റ് ഒന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ നമുക്ക് ഈ ഫോണിൻ്റെ ടോപ്പ് സൈഡിലായിട്ട് IR ബ്ലാസ്റ്റർ കാണാൻ കഴിയുന്നുണ്ട്. അതായത് നമുക്ക് ഈ ഒരു ഫോൺ റിമോട്ടായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഡിസ്പ്ലേ സൈഡിലേക്ക് വരുമ്പോൾ ഒരു കർവ്ഡ് ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതും വളരെ അട്രാക്റ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. 90.3 ആണ് സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്നത്. 6.56 ഇഞ്ചസിൻ്റെ ഫുൾ HD AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റും 240 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും ആണ് വരുന്നത്. 1300 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്സും ആണ് വരുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണ്. നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സാണ്. ഡിസ്പ്ലേയിൽ നമുക്ക് നല്ല മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓവറോൾ എന്തായാലും ഡിസ്പ്ലേ നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണ്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. നമ്മൾ ഔട്ട്ഡോറിലൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ബ്രൈറ്റ്നസ് കുറവുള്ള ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. നല്ല ബ്രൈറ്റ്നസ് കിട്ടുന്നുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് വരുന്നത്. അത് വളരെ ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഹാപ്റ്റിക് ഫീഡ്ബാക്സ് ഒക്കെ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു വൈബ്രേഷനൊക്കെ നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ആണ്. ഫോണിൻ്റെ ബോട്ടം സൈഡിലായിട്ടൊരു മോണോ സ്പീക്കറാണ് വരുന്നത്. ഒരു സ്റ്റീരിയോ സ്പീക്കർ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. എന്തായാലും ക്വാളിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ നല്ല ലൗഡായിട്ടുള്ള സൗണ്ടാണ്. നല്ല ക്വാളിറ്റിയും ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കർ ഇല്ല എന്നുള്ളൊരു പോരായ്മ മാത്രമേ പറയാനുള്ളൂ. സ്റ്റീരിയോ സ്പീക്കർ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. പിന്നെ കോൾ ക്വാളിറ്റി ആണെങ്കിലും നല്ല ക്വാളിറ്റിയാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൽ ഡ്യുവൽ സിം സപ്പോർട്ട് ചെയ്യും, പക്ഷേ SD കാർഡ് സപ്പോർട്ട് ചെയ്യില്ല. ഡയമൻസിറ്റി 1200V ആണ് ഇതിൻ്റെ പ്രൊസസ്സർ വരുന്നത്. 6 നാനോമീറ്റർ ആർക്കിടെക്ചറിൽ വരുന്ന പ്രൊസസ്സറാണ്. 1200V എന്ന് പറയുമ്പോൾ V സ്റ്റാൻഡ്സ് ഫോർ വിവോ. അതായത് മീഡിയാടെക്കും വിവോ ആയിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ചെറിയ ഒപ്റ്റിമൈസേഷനും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുള്ളൊരു പ്രൊസസ്സറാണിത്. മെയിനായിട്ട് ഇതിൻ്റെ പല ക്യാമറ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വരാനാണ് ഈ ഒരു കൊളാബറേഷൻ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇതിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് പറയുമ്പോൾ OnePlus Nord 2 ഉപയോഗിച്ച ഏകദേശം സെയിം പ്രൊസസ്സറാണിത്. അതിൽ 1200 ആണ്. ഇതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയ 1200V ആണ്. എന്നാലും പെർഫോമൻസിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ Nord 2 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് നല്ല പ്രൈസ് കൂടുതലാണ്. ഈ ഒരു പ്രൈസിന് നമുക്ക് കുറച്ചുകൂടെ നല്ല പ്രൊസസ്സർ തരാമായിരുന്നു. പക്ഷേ ഈ ഫോൺ നമുക്ക് ഒരു ക്യാമറ പെർഫോമൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഫോണായതുകൊണ്ട് ഈ ഒരു പ്രൊസസ്സർ നമുക്ക് അത്ര മോശമായിട്ടൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഇതിൻ്റെ പെർഫോമൻസിലാണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും കാണാൻ കഴിയില്ല. അത്യാവശ്യം ഹെവി ആയിട്ടുള്ള വർക്ക്സ് ഒക്കെ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. ലാഗൊന്നും വരുന്നില്ല. അത്യാവശ്യം ഫാസ്റ്റായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഡേ ടു ഡേ യൂസേജിൽ ഒരു പ്രശ്നങ്ങളും വരുന്നില്ല. ഒരു ലാഗോ ഹീറ്റിംഗ് ഒന്നും വരുന്നില്ല. ഇനി നമ്മൾ BGMI ഒക്കെ പ്ലേ ചെയ്യുന്ന സമയത്ത് HDR+ അൾട്ര ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ സ്മൂത്ത്+ എക്സ്ട്രീമിലിട്ട് ഇതിൽ പ്ലേ ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു 60 FPS ആ ഒരു റേഞ്ചിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഒരു 55 to 60 FPS ആ ഒരു റേഞ്ചിൽ FPS മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരു മണിക്കൂറിനടുത്തൊക്കെ പ്ലേ ചെയ്യുന്ന സമയത്ത് ഒരു 40-50 മിനിറ്റൊക്കെ ആകുമ്പോഴേക്ക് ചെറിയ രീതിയിൽ ഫ്രെയിം ഡ്രോപ്സ് വരുന്നുണ്ട്. പിന്നെ ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നുമില്ല. ഹീറ്റിംഗ് ഒക്കെ നോർമൽ ഹീറ്റിംഗ് മാത്രമേ വരുന്നുള്ളൂ. 4450 mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. അത്യാവശ്യം നല്ല ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ട്. നോർമൽ യൂസേജിൽ ഒരു ദിവസം മുഴുവനായിട്ട് എന്തായാലും ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ട്. ഹെവി യൂസേജ് ആണെങ്കിൽ സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നത് ഏകദേശം ഒരു 5 to 6 hours ആണ്. 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഏകദേശം 0 to 100% ചാർജ് ചെയ്യാൻ എടുക്കുന്ന സമയം 1 മണിക്കൂറാണ്. കറക്റ്റായിട്ട് പറഞ്ഞാൽ 1 മണിക്കൂറും ഒരു 3 മിനിറ്റും ഒക്കെ. ഇനി നമുക്ക് ഈ വീഡിയോയിലെ മെയിൻ പാർട്ടിലേക്ക് പോകാം. ഈ ഫോണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ ക്യാമറ തന്നെയാണ്. 50 മെഗാ പിക്സലിൻ്റെ സോണി IMX766V ആണ് ഇതിലെ ക്യാമറ സെൻസർ വരുന്നത്.
1x1.56 ഇഞ്ച് സൈസ് വരുന്ന സെൻസറാണിത്. അത്യാവശ്യം വലിയ സെൻസറാണ്. അത് നമുക്ക് ഫോണിൽ നോക്കിയാൽ തന്നെ കാണാൻ കഴിയും. 1.8 അപ്പേച്ചർ വരുന്ന ലെൻസാണിത്. ക്യാമറയിൽ നമുക്ക് സൈസിൻ്റെ ഒരു ബ്രാൻഡിങ് കാണാൻ കഴിയും. സൈസിൻ്റെ ഒരു ആൻറ്റി ഗ്ലെയർ പ്രൊട്ടക്ഷനും നമുക്ക് ക്യാമറയിൽ കിട്ടുന്നുണ്ട്. അതായത് നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്തൊക്കെ ചില സമയത്ത് ഗ്ലെയർ വരാറുണ്ട്. ഒരു റിഫ്ലക്ഷൻ പോലെ എന്തോ ഒരു ഗ്ലെയർ പോലെ വരാറുണ്ട് നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത്. അത് തടയാനാണ് ഇങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുള്ളത്. ഇനി ഫോട്ടോസിനെ കുറിച്ച് പറയുമ്പോൾ ഡേ ലൈറ്റിൽ നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോസ് തന്നെയാണ് എടുക്കുന്നത്. നല്ല ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. സൂം ചെയ്യുന്ന സമയത്ത് ക്ലാരിറ്റി കുറയുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല ഡൈനാമിക് റേഞ്ചാണ്. ഫോട്ടോ എടുത്തതിന് ശേഷം ചെറിയ രീതിയിൽ പ്രോസസ്സിങ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഡൈനാമിക് റേഞ്ച് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ ഡൈനാമിക് റേഞ്ച് ഇമ്പ്രൂവ് ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട്. എന്ന് വിചാരിച്ച് ഓവർ പ്രോസസ്സിങ് ഒന്നുമില്ല. ഫോട്ടോ ഓവർ പ്രോസസ്സ് ചെയ്തിട്ട് ഓവർ സാച്ചുറേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. നാച്ചുറൽ ആയിട്ടുള്ള കളേഴ്സ് തന്നെയാണ് ഫോട്ടോസിൽ വരുന്നത്. ഇൻഡോറിലാണെങ്കിലും നല്ല രീതിയിലുള്ള ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ഓവറോൾ ഡേ ലൈറ്റിൽ എടുക്കുന്ന ഫോട്ടോസ് നമ്മൾ ഏറ്റവും ബെസ്റ്റ് ഫ്ലാഗ്ഷിപ്പ് ഫോൺസൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ക്വാളിറ്റി തന്നെയാണ് ഇതിൽ വരുന്നത്. പോർട്രേറ്റ് ഫോട്ടോസ് നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട്. നല്ല എഡ്ജ് ഡിറ്റക്ഷൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ പോർട്രേറ്റിൽ നമുക്ക് കുറച്ച് മോഡ്സ് കാണാൻ കഴിയും. അതിൻ്റെ ആ ബൊക്കെ എഫക്റ്റ് മാറ്റാനായിട്ട് നമുക്ക് ഹേർട്ട് ഷേപ്പ്, സ്റ്റാർ ഷേപ്പ് പോലെയുള്ള ഷേപ്പ് മാറ്റാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ വേറെയും പോർട്രേറ്റ് മോഡ്സ് ഇതിൽ കിട്ടുന്നുണ്ട്. 5x ഒപ്റ്റിക്കൽ സൂമാണ് ഇതിൽ വരുന്നത്. അതായത് നമുക്ക് ക്വാളിറ്റി ലോസ് ഇല്ലാതെ 5x വരെ സൂം ചെയ്യാൻ പറ്റുന്നുണ്ട്. 60x വരെ നമുക്കിതിൽ മാക്സിമം സൂം ചെയ്യാൻ പറ്റും. ക്വാളിറ്റിയിൽ കുറവുണ്ടാവും. നമ്മൾ 60x വരെയൊക്കെ സൂം ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്റ്റെബിലൈസേഷനൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. നമ്മൾ 60x സൂം ചെയ്തിട്ട് വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ സാധാരണ ഒരു ഫോണിൽ ഇത്രയും സൂം ചെയ്യുന്ന സമയത്ത് സ്റ്റെബിലൈസേഷൻ അത്ര നല്ല രീതിയിൽ വരാറില്ല. പക്ഷേ ഈ ഒരു ഫോണിൽ അത്യാവശ്യം നല്ല രീതിയിൽ ആ ഒരു ഷെയ്ക്കും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നൈറ്റിൽ എടുക്കുന്ന ഫോട്ടോസാണ് ഏറ്റവും ഇംപ്രസീവ് ആയിട്ടുള്ളത്. നൈറ്റിൽ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഗ്രെയിൻസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. നമ്മൾ സൂം ചെയ്യുമ്പോഴൊന്നും ഒരു പ്രശ്നങ്ങൾ, ക്വാളിറ്റി ലോസ് ഒന്നും വരുന്നില്ല. ഞാൻ യൂസ് ചെയ്തതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് നൈറ്റ് ഫോട്ടോസ് എടുക്കുന്ന ഫോണാണിത്. ഏറ്റവും ബെസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് ഫോൺസ് ആയിട്ട് വരെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും നല്ല അടിപൊളി നൈറ്റ് ഫോട്ടോസാണ് ഇതിൽ എടുക്കുന്നത്. നൈറ്റ് ഫോട്ടോസിൽ നമുക്ക് ഒരു പ്രശ്നങ്ങളും കാണാൻ കഴിയില്ല. നൈറ്റ് മോഡൊക്കെ നമ്മൾ എനേബിൾ ചെയ്യുന്ന സമയത്ത് വേറെ ലെവൽ ഫോട്ടോസാണ് എടുക്കുന്നത്. 32 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. സെൽഫി ക്യാമറക്കും നല്ല ക്വാളിറ്റിയാണ്. നല്ല ഡൈനാമിക് റേഞ്ച്, കളേഴ്സും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. 4K 60 FPS ഇതിൽ വീഡിയോ എടുക്കാൻ കഴിയുന്നത്. 5 ആക്സിസ് ഗിംബൽ സ്റ്റെബിലൈസേഷനും കിട്ടുന്നുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസാണ് എടുക്കുന്നത്. പിന്നെ ഗിംബൽ സ്റ്റെബിലൈസേഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സ്റ്റെബിലൈസ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ഇതിൽ എടുക്കുന്നത്. അതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോയിൽ കാണാം. ലേസർ ഓട്ടോ ഫോക്കസ് ആണ് ഇതിൻ്റെ ക്യാമറയിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ട് ഇത് ഓട്ടോ ഫോക്കസിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണാം. വളരെ പെട്ടെന്ന് ഒരു സബ്ജക്റ്റിൽ നിന്ന് മറ്റേ സബ്ജക്റ്റിലേക്ക് ഫോക്കസിങ് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള ഓട്ടോ ഫോക്കസിങ് ആണ്. വീഡിയോയിൽ നമുക്ക് പ്രോ മോഡ് കിട്ടുന്നുണ്ട്. എന്തായാലും നമുക്ക് അത്രയും ബെസ്റ്റ് ക്യാമറ എന്നൊക്കെ പറയുമ്പോൾ വീഡിയോയിൽ പ്രോ മോഡൊക്കെ കിട്ടും. പിന്നെ 1080p 240 FPS ഇതിൽ സ്ലോ മോഷൻ വീഡിയോസ് എടുക്കാൻ കഴിയുന്നത്. സ്ലോ മോഷൻ വീഡിയോസും നല്ല ഫ്രെയിം ഡ്രോപ്സും കാര്യങ്ങളൊന്നുമില്ല. നല്ല ക്വാളിറ്റിയിൽ തന്നെ നമുക്കിതും എടുക്കാൻ കഴിയുന്നുണ്ട്. ഓവറോൾ ഈ ഒരു ഫോണിനെ കുറിച്ച് പറയുമ്പോൾ ഒരു 50,000 റുപ്പീസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ക്യാമറ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഫോൺ തന്നെ എടുക്കാം. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഏറ്റവും ബെസ്റ്റ് ക്യാമറ ഫോൺ തന്നെയാണിത്. ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫോൺസിനോട് വരെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമറ എന്തായാലും ഇതിൽ വരുന്നുണ്ട്. പ്രത്യേകിച്ച് നൈറ്റ് മോഡ്. അതുപോലെ തന്നെ നല്ലൊരു പ്രീമിയം ഡിസൈനും നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയാണ് ഇതിൽ വരുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ഇതിൽ കിട്ടുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ബാറ്ററി ലൈഫും കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ചെറിയൊരു പോരായ്മ എന്നുള്ള രീതിയിൽ പറയാനുള്ളത് ഈ ഒരു പ്രൈസ് റേഞ്ചിന് കുറച്ചുകൂടെ ബെസ്റ്റ് പ്രോസസ്സർ ഉപയോഗിക്കാമായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഒരു ക്യാമറക്കാണ് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമാവില്ല. കാരണം ഈ ഒരു പ്രോസസ്സർ ഡേ ടു ഡേ യൂസേജിലാണെങ്കിലും ഈവൻ ഹെവി ടാസ്ക്സിൽ പോലും വലിയ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ഈ പ്രൈസ് റേഞ്ചിന് ഇതിനേക്കാൾ നല്ല പ്രോസസ്സർ വരുന്ന ഫോൺസ് ഉണ്ട് എന്നേ ഉള്ളൂ. എന്ന് വിചാരിച്ച് ഈ ഒരു പ്രോസസ്സർ മോശമാണെന്നല്ല. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹെവി ടാസ്കുകളാണെങ്കിലും ഗെയിമിംഗ് ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ ഇതിൽ ചെയ്യാനും പറ്റുന്നുണ്ട്. എന്തായാലും ഇതാണ് Vivo X70 Proയുടെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണാം.